ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഗ്രിഗർ ജൊഹാൻ മെൻഡലിൻ്റെ പരീക്ഷണങ്ങളാണ്. നോക്കാം. മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്സ്. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. നമുക്ക് 2 സെറ്റ് പരീക്ഷണങ്ങൾ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും ഈ ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞ പാഠപുസ്തകത്തിൽ സെക്കൻഡ് ടേമിൽ വന്ന കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് ഫസ്റ്റ് ടേമിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ മാറ്റിയിട്ടുണ്ട്. നോക്കാം. മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്. മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ മെൻഡൽ ആദ്യം നോക്കിയത് എ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ്. വാക്ക് വിട്ട് പഠിക്കുന്നു വേണ്ട, സിമ്പിളാണ്. സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. സിംഗിൾ പെയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ജോഡി. കോൺട്രാസ്റ്റിംഗ് മീൻസ് വൈരുദ്ധ്യം, ഓപ്പോസിറ്റ്. ട്രേറ്റ് മീൻസ് ക്യാരക്ടർ. ഒരു ട്രേറ്റിൻ്റെ തന്നെ ഒരു സിംഗിൾ പെയർ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈറ്റ് എടുക്കുകയാണ്. മെൻഡൽ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ക്യാരക്ടർ എന്താണ്? പ്ലാന്റിൻ്റെ ഹൈറ്റാണ്. പ്ലാന്റിൻ്റെ ഹൈറ്റാണ് സിംഗിൾ പെയർ. അവിടെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഏതൊക്കെയുണ്ട്? ടോൾ ആൻഡ് ഡോർഫ്. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. ഓപ്പോസിറ്റ്. ടോളും ഡോർഫ് എന്താണ്? ഓപ്പോസിറ്റാണ്. സോ ഒരൊറ്റൊരു ക്യാരക്ടറിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് മെൻഡൽ നടത്തിയ ക്രോസ് ആണ്. ക്രോസ് മീൻസ് ഹൈബ്രിഡൈസേഷൻ. പഠിക്കാനുള്ളത് മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ മീൻസ് വൺ, ഹൈബ്രിഡ് മീൻസ് ഹൈബ്രിഡൈസേഷൻ, ക്രോസ് മീൻസ് നമ്മൾ ക്രോസ് ചെയ്യാം, ഹൈബ്രിഡൈസ് ചെയ്യാം. സോ മെൻഡലിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് പഠിക്കാനുള്ള എന്താണ്? മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ബേസ്ഡ് ഓൺ ദി സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. ഒരൊറ്റ സ്വഭാവത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണമാണ് ആദ്യം പഠിക്കാനുള്ളത്. നോക്കാം. ഇവിടെ എന്തായാലും ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ പാരൻ്റൽ പ്ലാന്റ്സ് വേണം. സോ ഹിയർ വി കൺസിഡർ 2 പാരൻസ്. ഫസ്റ്റ് പാരൻ്റ് ഒരു ടോൾ പ്ലാന്റ് ആണ്. സെക്കൻഡ് വൺ ഈസ് എ ഡോർഫ് പ്ലാന്റ്. അല്ലേ? ഉയരം കൂടിയ ഒരു പ്ലാന്റിനെയും ഉയരം കുറഞ്ഞ ഒരു പ്ലാന്റിനെയും മെൻഡൽ എന്ത് ചെയ്തു? ഹൈബ്രിഡൈസ് ചെയ്തു. തൻ്റെ ലബോറട്ടറിയിൽ വെച്ചിട്ട് മെൻഡൽ എന്ത് ചെയ്തു? ആർട്ടിഫിഷ്യലി അവരെ ഹൈബ്രിഡൈസ് ചെയ്തു. ലബോറട്ടറി മീൻസ് നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. സോ ഇവിടെ ടോൾ പ്ലാന്റും ഉണ്ട്, ഒരു ഡോർഫ് പ്ലാന്റും ഉണ്ട്. ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും മെൻഡൽ തൻ്റെ ഹൈബ്രിഡൈസേഷൻ മെത്തേഡിലൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ വിത്തുകൾ അദ്ദേഹം പാകി, വിത്ത് മുളച്ചു വന്നു. ഉണ്ടായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ എന്തായിരുന്നു? ടോൾ പ്ലാന്റ് ആയിരുന്നു. സോ ഇവിടെ ഇത് ഫസ്റ്റ് ജനറേഷനാണ്, F1 ജനറേഷൻ. എന്താ പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ മെൻഡൽ ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും സെലക്ട് ചെയ്ത് ആർട്ടിഫിഷ്യലി അവരെ ഹൈബ്രിഡൈസ് ചെയ്തു. ആ പ്ലാന്റിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു പീ പ്ലാന്റ് ഉണ്ടായി. ഒരു പീ ഉണ്ടായി, പയറുണ്ടായി. ആ പയറിനകത്തുള്ള വിത്ത് അദ്ദേഹം ഒന്ന് പാകി നോക്കി. ആ വിത്ത് മുളച്ചുണ്ടായിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ എന്ത് കിട്ടി നമുക്ക്? F1 എന്ത് കിട്ടി? ടോൾ പ്ലാന്റ് കിട്ടി. ടോൾ. അപ്പോൾ ഒരു സംശയം, 2 പാരൻസിന് കൊടുത്തല്ലോ. ഒരു പാരൻറ്റ് ടോളായിരുന്നു, ഒരു പാരൻറ്റ് ഡോർഫായിരുന്നു. ടോൾ പാരൻറ്റിനെയും ഡോർഫ് പാരൻറ്റിനെയും 2 പേരെയും കൂടി ക്രോസ് ചെയ്ത് കിട്ടിയ റിസൾട്ട് എന്തായിരുന്നു? ടോളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ ടോൾ പ്ലാന്റ് ഇതാണ് ഇനി അടുത്ത പാരൻ്റ് കേട്ടോ. ഈ ടോൾ പ്ലാന്റിനെ വെച്ചൊന്ന് സെൽഫ് പോളിനേഷൻ നടത്തി. എന്താ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ? ഈ പീ പ്ലാന്റ് പ്രത്യേകത എന്താണ്? പീ പ്ലാന്റിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു പ്ലാന്റിനെ എടുക്കാതെ ആ ഒരൊറ്റ സിംഗിൾ പ്ലാന്റിന് ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ നടത്തി. സെൽഫ് പോളിനേഷൻ നടത്തി കിട്ടിയതിൽ ഇതൊരു എന്താ പറയുക, റൗണ്ടഡ് നമ്പറാണ്. 1064 പ്ലാന്റ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ നമുക്ക് കിട്ടി. ഇത്രയാണ് 1064 പ്ലാന്റ്സ്. സെക്കൻഡ് ജനറേഷൻ F2. അതിൽ 787 പ്ലാന്റ്സ് എന്തായിരുന്നു? ടോൾ പ്ലാന്റ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഓഫ് 277 പ്ലാന്റ്സ് എന്തായിരുന്നു? ഡോർഫ് ആയിരുന്നു. അപ്രോക്സിമേറ്റ് റേഷ്യോ എങ്ങനെയാണ്? 3:1. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചോദിക്കും, വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി മോണോ ഹൈബ്രിഡ് ക്രോസ് ഓഫ് മെൻഡൽ? മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ, അപ്രോക്സിമേറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 3:1. 3 മീൻസ് 3 ടോൾ ആൻഡ് 1 ഡോർഫ്. 4 വിത്തുകളാണെങ്കിൽ 4 3 എന്തായിരിക്കും? ടോൾ ആയിരിക്കും. ഒരെണ്ണം മാത്രം എന്തായിരിക്കും? ഡോർഫ് ആയിരിക്കും. ഇതൊരു ഏകദേശ കണക്കാട്ടോ. 3:1. റെഡി? ഓക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹം കൺസിഡർ ചെയ്ത ക്യാരക്ടർ എന്തായിരുന്നു? പ്ലാന്റിൻ്റെ ഹൈറ്റ് ആയിരുന്നു. ആ പ്ലാന്റിൻ്റെ ഹൈറ്റിന് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഏതൊക്കെയാണ്? ടോൾ ആൻഡ് ഡോർഫ്. ഇത് വായിച്ചു നോക്കാം.
He hypothesized that there must be certain factors within the seed that control the trait. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ, ആ വിത്തിനകത്ത് ഈ സ്വഭാവങ്ങളെയൊക്കെ ട്രേറ്റ് സ്വഭാവം, ഈ സ്വഭാവങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന എന്തോ ചില ഫാക്ടേഴ്സ് ഉണ്ട്, എന്തോ ചില ഘടകങ്ങളുണ്ട് എന്ന് മെൻഡൽ എന്ത് ചെയ്തു? ഹൈപ്പോത്തസിസ് മീൻസ് അദ്ദേഹം ഒന്ന് ഊഹിച്ചെടുത്തു അല്ലേ. ടു ഫൈൻഡ് ഔട്ട് വാട്ട് മൈറ്റ് ഹാവ് ആപ്പൻഡ് ടു ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡോർഫ്നെസ്. ഞാൻ പറഞ്ഞല്ലോ, ഡോർഫ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടറിന് എന്ത് പറ്റി എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു? ഹി സെൽഫ് പോളിനേറ്റഡ് ദി പ്ലാന്റ്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ ടു ഒബ്റ്റെയിൻ ദി സെക്കൻഡ് ജനറേഷൻ ഓഫ് പ്ലാന്റ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഇവിടെ നേരത്തെ കൊടുത്ത ഡോർഫ് പ്ലാന്റിനെ കുറിച്ചൊരു വിവരമില്ല. ഡോർഫ് പ്ലാന്റിന് കാരണമായിട്ടുള്ള ഫാക്ടറിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ മെൻഡൽ എന്ത് ചെയ്തു? ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു F1 ആ F1 എന്ത് ചെയ്തു? ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിൻ്റെ സെൽഫ് പോളിനേഷൻ നടത്തി. സെൽഫ് പോളിനേഷൻ മീൻസ് ഇനി പുറമേ നിന്ന് വേറൊരു പ്ലാന്റിനെയും എടുക്കാതെ പീ പ്ലാന്റ് തന്നെയുള്ള മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും, മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഒറ്റ ഫ്ലവർ തന്നെ ഉണ്ട്, അതിന് തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? പുതിയൊരു സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കിയെടുത്തു. ആ സെക്കൻഡ് ജനറേഷൻ റിസൾട്ട് ടോളുണ്ട്, ഡോർഫുണ്ട്. പക്ഷെ മെജോറിറ്റി ആരായിരുന്നു? ടോളായിരുന്നു. കുറച്ചെന്തേ ഉള്ളൂ? ഡോർഫേ ഉള്ളൂ അല്ലേ. ഏകദേശം 3:1 റേഷ്യോ. ഇൻഡിക്കേറ്റേഴ്സ്. ദി ക്യാരക്ടേഴ്സ് കൺസിഡേർഡ് ആൻഡ് ദെയർ ട്രീറ്റ്. പറഞ്ഞത് ഇവിടെ മെൻ്റൽ കൺസിഡർ ചെയ്ത ക്യാരക്ടർ എന്തായിരുന്നു? മെൻ്റൽ പരിഗണിച്ച ക്യാരക്ടർ ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്. ആൻഡ് ദെയർ ട്രേറ്റ്. ഏതൊക്കെയാണ് അതിൻ്റെ 2 ട്രേറ്റുകൾ? ടോൾ ആൻഡ് ഡോർഫ്. ഡോമിനൻറ്റ് ആൻഡ് റെസസീവ് ട്രേറ്റ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ. ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഡോമിനൻറ്റ്. ഇപ്പോൾ ഒരാൾ മറ്റേ ഡോമിനേറ്റ് ചെയ്യുക എന്താ? സുപ്പീരിയർ ആയ ആൾ താഴെ നിൽക്കുന്ന ഇൻഫീരിയർ അയാളെ ഡോമിനേറ്റ് ചെയ്യുക, മുകളിൽ നിൽക്കുക അല്ലേ. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നടന്ന ഈ ഒരു ക്രോസിൽ ഏത് ക്യാരക്ടറാണ് ഇവിടെ ഡോമിനൻറ്റ്? മുകളിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഉയരത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റേ ആളെ അവിടെ അടിച്ചമർത്തിയിട്ട് മുകളിൽ പൊന്തി നിൽക്കുന്ന ക്യാരക്ടറോട് എന്തായിരിക്കും? ഉറപ്പായിട്ടും ടോളാണ്. കാരണം എന്താണ്? ഇവിടെയുള്ള ഡോർഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അവിടെ അടിച്ചമർത്തിക്കൊണ്ട് ഈ ഒരു ഇതിൽ ആരും മാത്രമേ വന്നിട്ടുള്ളൂ, ഇവിടെ ടോൾ മാത്രമേ വന്നത്. സോ ഇൻ ദിസ് ക്രോസ് ഡോമിനൻറ്റ് ട്രേറ്റ് ഏതാണ്? ഡോമിനൻറ്റ് ട്രേറ്റ് ടോളാണ്. ആൻഡ് റെസസീവ് അല്ലേ, ഇങ്ങനെ മറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഉൾവഴി നിൽക്കുക, മറഞ്ഞിരിക്കുന്ന ട്രേറ്റ്. ഫസ്റ്റ് ജനറേഷനിൽ മറഞ്ഞിരുന്ന ട്രേറ്റ് ഇതാണ്, ഡോർഫ്നെസ് ആണ്. സോ ഹിയർ ദി recessive trait is dwarf. Ready? Dominant trait is tall and the recessive trait is dwarf. Then what is the importance of the self pollination? പറഞ്ഞു തന്നെ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ജനറേഷനിൽ ഇവിടെ നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തി. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫസ്റ്റ് ജനറേഷനിൽ ഈ ഡോർഫിന് കാരണമായിട്ടുള്ള ഫാക്ടറിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് എന്താണ്? ഫസ്റ്റ് ജനറേഷൻ്റെ സെൽഫ് പോളിനേഷൻ നടത്തി നമ്മൾ എന്തുണ്ടാക്കി? സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കി. ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്ലാന്റ് എടുത്ത് ആ പ്ലാന്റിൻ്റെ ഫാക്ടർ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർമിക്സ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടേ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ വേറൊരു പ്ലാന്റ് എടുത്ത് നമ്മൾ ക്രോസ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ അവിടെ വീണ്ടും ഒരു ജീനിൻ്റെ ഒരു കോമ്പിനേഷൻ വരും. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവണ്ട. ഇവിടെ ഇനി ഇതിനകത്ത് മറഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് മാത്രം ചെയ്താൽ മതി? ഈ ഒരു പ്ലാന്റിൻ്റെ സെൽഫ് പോളിനേഷൻ നടത്തിയാൽ മതി. അപ്പോൾ സെൽഫ് പോളിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ സെൽഫ് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഡോർഫ്നെസ്സിന് കാരണമായിട്ടുള്ള ആ ഫാക്ടറിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ വേറൊരു പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ആ പ്ലാന്റിൽ നിന്ന് ഫാക്ടർ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവില്ല. ഫാക്ടേഴ്സ് മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടയാനും പറ്റും. ദെൻ ട്രേറ്റ് ഇൻ ദി സെക്കൻഡ് ജനറേഷൻ. രണ്ടാമത്തെ തലമുറയിൽ കാണുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു? രണ്ടാമത്തെ തലമുറയിൽ നമ്മൾ കൊടുത്തൊക്കെ കിട്ടിയില്ലേ? ടോളും കിട്ടി, ഡോർഫും കിട്ടി.
ഓക്കെ, ഇത് മാറിപ്പോകരുത്. ഒന്നാം തലമുറയിൽ അല്ലേ, ഫസ്റ്റ് ജനറേഷനിൽ കണ്ടത് എന്തായിരുന്നു, ടോൾ മാത്രമായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ ടോളും വന്നു, ഡോർഫും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മെൻ്റൽ നേരത്തെ പറയുമ്പോൾ 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ മെൻ്റൽ പീ പ്ലാന്റിൽ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് പറഞ്ഞു, സീഡിൻ്റെ ഷേപ്പ് പറഞ്ഞു, സീഡ് കളറ്, ഫ്ലവറിൻ്റെ പൊസിഷൻ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന 7 സ്വഭാവങ്ങൾ മെൻ്റൽ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ഇപ്പം നമ്മൾ നോക്കിയത് എന്താ, നമ്മൾ നോക്കിയത് ഇപ്പോൾ ഹൈറ്റ് മാത്രമാണ്. ബാക്കിയുള്ള അതർ 6 ട്രേറ്റ്സ് നമ്മൾ അതിലും പരീക്ഷണം നടത്തിയപ്പോൾ ഇതേ ഒരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്തു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഫാക്ടേഴ്സ്, ഘടകങ്ങൾ അല്ലേ, എന്തോ ഒരു ഘടകമാണല്ലോ ഇതിന് കാരണമായിട്ടുള്ളത്. ഗ്രിഗർ മെൻ്റൽ ഹൈപ്പോത്തസിസ് ദാറ്റ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ആർ പാസ്ഡ് ഓൺ ടു ദി ഓഫ് സ്പ്രിങ്സ് ത്രൂ സർട്ടൻ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഗമേറ്റ്സ്. പറഞ്ഞു തന്നെ എന്താണ് ഗമേറ്റ് എന്ന് പറഞ്ഞാൽ? ഗമേറ്റ് നമ്മൾ മനുഷ്യന്മാരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്പേം നമ്മുടെ മെയിൽ ഗമേറ്റാണ്, ഓവ് നമ്മുടെ ഫീമെയിൽ ഗമേറ്റാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാദർ തരുന്ന 23 ക്രോമസോമും മദറിൻ്റെ 23 ക്രോമസോമും ചേർന്ന് നമ്മൾ എന്തായി 46 ക്രോമസോംസ് ആയി. ചുരുക്കി പറഞ്ഞാൽ ഫാദറിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഗമേറ്റാണ് സ്പേം, മദറിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഗമേറ്റാണ് ഓവം. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസിലും മെയിലും ഫീമെയിലും ഗമേറ്റുകളുണ്ട്, കാരണം മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗമേറ്റുകളിലൂടെ ത്രൂ ഗമേറ്റ് അല്ലേ, എന്ത് ക്യാരക്ടേഴ്സ് പാരൻസിലേക്ക് വരുന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് ത്രൂ കുട്ടികളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തിലൂടെ വരിക? ത്രൂ ദി ഗമേറ്റ്. അപ്പോൾ ഇദ്ദേഹം പറയാണ് 2 പാരൻസ് ഉണ്ട്, ഈ 2 പാരൻസിന് ഈ കുട്ടിയിലേക്ക് സ്വഭാവം വരുന്നത് എന്തോ ചില ഫാക്ടേഴ്സാണ് കാരണമെന്ന് മെൻ്റൽ എന്ത് ചെയ്തു, ഇത് ഊഹിച്ചു, ഹൈപ്പോത്തസിസ് നടത്തി, ഊഹിച്ചെടുത്തു. ദെൻ it was only after Mendel's period that these factors were considered to be genes. Factors were discovered to be genes that are located in chromosomes in the nucleus. ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പറയൂല്ലേ, കാരണം എന്താ, ഓൾറെഡി പഠിച്ചതാണ്. ജീൻ ലൊക്കേഷൻ എവിടെയാണ്? ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി DNA ആൻഡ് DNA is located in the chromosome in the nucleus. ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമിനകത്ത് കാണപ്പെടുന്ന ജീൻസ് ആണ് ഈ ഫാക്ടേഴ്സ് എന്ന് മെൻ്റൽ വിശ്വസിച്ചത്. മെൻ്റലിൻ്റെ കാലഘട്ടത്തിൽ അത് ഫാക്ടറായിരുന്നു. പിന്നീട് ഒരുപാട് സ്റ്റഡീസ് നടത്തി മെൻ്റൽ പറഞ്ഞ ഫാക്ടർ തന്നെയാണ് ജീൻ എന്ത് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, ദെൻ എ ജീൻ ദാറ്റ് ഡിറ്റർമൈൻസ് എ ക്യാരക്ടർ ഹാസ് ഡിഫറെൻറ്റ് ഫോംസ്. അത് ഉറപ്പാണ്, ഒരു സ്വഭാവത്തിനെ നിർണ്ണയിക്കുന്ന ജീനിന് എന്തുണ്ടായിരിക്കും? ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈറ്റ് നോക്കി, ഹൈറ്റിന് തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഇല്ലേ? ഡോർഫും ഉണ്ട്, ടോളും ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടായിരിക്കും. ആൻഡ് ദീസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് ആർ കോൾഡ് അല്ലീൽസ്. ഓക്കെ, ഒരു ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് ഫോംസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? അല്ലീൽ. നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഹൈറ്റ് എന്ന് പറയുന്നൊരു ജീനുണ്ട്, ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നൊരു ജീനുണ്ട്. ആ ജീനിൻ്റെ 2 വ്യത്യസ്ത ഫോംസ് ആണെന്ത്? അതിൻ്റെ അല്ലീൽസ്. അപ്പോൾ ഏതൊക്കെയാണ് അല്ലീൽസ്? ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്. ടോൾ ആൻഡ് ഡോർഫ്. ദി ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഷോൺ ഇൻ 1.9 ഡിഫറെൻറ്റ് അല്ലീൽസ് ദാറ്റ് ഡിറ്റർമൈൻ ദി ക്യാരക്ടർ ഓഫ് ഹൈറ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ T ആൻഡ് T. 1.9 നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ഹൈബ്രിഡൈസേഷനിൽ 2 ഡിഫറെൻറ്റ് അല്ലീൽസിൻ്റെ ഏതൊക്കെയാണ്? ടോൾ ആൻഡ് ഡോർഫ്. ആ ടോളിനെയും ഡോർഫിനെയും കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച സിമ്പിൾസാണ് ക്യാപിറ്റൽ T ആൻഡ് സ്മോൾ t. ക്യാപിറ്റൽ T റെപ്രസെൻറ്റ്സ് ടോൾ ആൻഡ് സ്മോൾ t represents the dwarfness. Ready? The allele T represents tall and allele small t represents dwarf. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു ഡോമിനൻ്റും ഉണ്ട് റിസസീവും ഉണ്ട് അല്ലേ? ഡോമിനൻ്റ് ഏത് ഇവിടുത്തെ കേസിൽ ടോൾ ആൻഡ് ഡോമിനൻ്റ്, മറഞ്ഞിരുന്ന ആരാണ്? ഹിഡൻ ഡോർഫ് ആയിരുന്നു. ഓക്കെ,
ദി ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം ആർ കോൾഡ് ഫീനോടൈപ്പ്. ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് പുറമേ നിന്ന് കാണുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? ഫീനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കാം. ഇനി അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണെന്ത്? അതിൻ്റെ ജീനോടൈപ്പ് അല്ലേ? ആൻഡ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ദീസ് ക്യാരക്ടേഴ്സ് ആർ കോൾഡ് ജീനോടൈപ്പ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ അടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും അതിൻ്റെ കാര്യങ്ങൾ. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ പുറമേക്ക് കാണിക്കുന്ന ഫിസിക്കലായിട്ടുള്ള പുറമേ കാണിക്കുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എന്ത്? ഫീനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ്. ഇനി ആ ക്യാരക്ടറിന് കാരണമായിട്ടുള്ള ജീൻ ഉണ്ടാവുമല്ലോ, ആ ക്യാരക്ടറിന് കാരണമായിട്ടുള്ള ജീനിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയാം. അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണ് ജീനോടൈപ്പ്, എന്താണ് ഫീനോടൈപ്പ് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും. ഇപ്പോൾ എത്ര മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ ഇന്നെടുത്തത് ഈ ഒരു ക്രോസ് ആയിരുന്നു. ഈ ഒരു ക്രോസിൽ 2 ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന പാരൻസിനെ സെലക്ട് ചെയ്തു. അവർ തമ്മിൽ ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് ചെയ്തു? മെയ്റ്റ് ചെയ്യിച്ചു, ക്രോസ് ചെയ്യിച്ചു, ഹൈബ്രിഡൈസ് ചെയ്യിച്ചു. നമുക്കൊരു റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് ഫുൾ എന്തായിരുന്നു? ഒരു ഡോമിനൻ്റ് ക്യാരക്ടറായിട്ട് ടോളായിരുന്നു. അപ്പോൾ എൻ്റെ സംശയം വന്നു, എന്തുകൊണ്ടാണ് ഈ ഡോഫ്നെസ്സിന് കാരണമായിട്ടുള്ള പ്ലാന്റ് അവിടെ മറഞ്ഞിരുന്നു അല്ലേ, അവിടെ എക്സ്പ്രസ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം ഈ കിട്ടിയൊരു ടോളിനെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ റിസൾട്ട് എന്തായിരുന്നു? രണ്ടാം തലമുറയിൽ ഏകദേശം 3:1 റേഷ്യോയിൽ ടോളും ഡോർഫും കണ്ടു. മെജോറിറ്റി എന്തായിരുന്നു? ടോളായിരുന്നു, ഡോമിനൻ്റ് ആണ്. കുറച്ചുള്ള എന്താണ്? ഡോർഫാണ്, റിസസീവ് ട്രെയ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 2 വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ ഈ ക്വസ്റ്റ്യനിൽ മാത്രമേ പറയുന്നുള്ളൂ. ഡോമിനൻ്റ് ആൻഡ് റെസസീവ് നോക്കി വെക്കണം. പിന്നെ എന്താണ് ഫാക്ടർ പറഞ്ഞു. ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഫാക്ടർ. അത് പിന്നീട് എന്താണെന്ന് മനസ്സിലാക്കി, നമ്മൾ ആ ജീനാണെന്ന് മനസ്സിലാക്കി. ഒരു ഫാക്ടറിന് 2 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. മെജോറിറ്റി ജീനുകൾക്കും യൂഷ്വലി ദേ ഹാവ് 2 ഡിഫറെൻറ്റ് ഫോംസ്. 2നേക്കാൾ കൂടുതലുള്ള കേസുകളുണ്ട് പഠിക്കാനുണ്ട് നമുക്ക്. മെജോറിറ്റി കേസുകളിലും 2 ഫോംസ് ആണ് ഒരു ജീൻ ഉണ്ടാവുക. ആൻഡ് ദാറ്റ് ഫോംസ് ആർ നോൺ ആസ് അല്ലീൽസ്. ഓക്കെ, അല്ലീൽസ്. ഇനി മെൻ്റലി ഇത് പഠന സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം കുറേ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഇതിനൊക്കെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആണെങ്കിൽ സ്മോൾ ടി എന്തായിരിക്കും? റിസസീവ് ആയിരിക്കും. എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കാം. ദെൻ സ്മോൾ ലെറ്റർ നമ്മൾ എന്ത് ഉപയോഗിക്കും? റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പുറമേക്ക് എക്സ്പ്രസിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് പറയാം? ഫീനോടൈപ്പ് എന്ന് പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ കാരണമായിട്ടുള്ള ജീനിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് പറയാം? ജീനോടൈപ്പ് എന്ന് പറയാം. റെഡി?